പത്തനാപുരം കുണ്ടയം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിനി അഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശിനി അഞ്ജന മധു, പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥികൾ. മൂവരിലും ആരോപിക്കപ്പെട്ട കുറ്റം ആത്മഹത്യാ പ്രേരണ. സഹപാഠി അമ്മു കോളേജ് ഹോസ്റ്റലിന്റെ മുകളിൽ നിന്നും വീണ്ടും മരിച്ച സംഭവത്തിൽ മൂവരെയും പത്തനംതിട്ട പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ മൂവരെയും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. പൊതുവെ ആരോടും കൂടുതൽ ഇടപഴകാതിരുന്ന അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയത് അലീനയ്ക്കും അഷിതയ്ക്കും അഞ്ജനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു വിദ്യാർത്ഥിയുടെ ലോഗ് ബുക്ക് കാണാതായതിൽ തന്നെ സംശയമുനയിൽ നിർത്തിയതും അമ്മുവിന് മാനസികമായി വിഷമമുണ്ടാക്കി. അമ്മുവിന്റെ പിതാവ് ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കോളേജ് പ്രിൻസിപ്പാളിന് പരാതി നൽകിയിരുന്നു. പരാതിയിൽ അലീനയോടും അഷിതയോടും അഞ്ജനയോടും കോളേജ് പ്രിൻസിപ്പാൾ വിശദീകരണം ചോദിച്ചു. തെറ്റുകളേറ്റു പറഞ്ഞും മേലിൽ തെറ്റാവർത്തിക്കില്ലെന്ന് ഉറപ്പ് നൽകിയും മൂവരും വിശദീകരണം എഴുതി തയ്യാറാക്കി കോളേജ് പ്രിൻസിപ്പാളിന് നൽകി. അമ്മുവിനെ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചു എന്നതിന് തെളിവായി പോലീസ് ഈ വിശദീകരണക്കുറിപ്പ് കണ്ടു. ചോദ്യം ചെയ്യലിൽ പോലീസ് ഇക്കാര്യങ്ങളെല്ലാം മൂവരിൽ നിന്നും ചോദിച്ചറിഞ്ഞു. മൂവരും ആത്മഹത്യാ പ്രേരണ കുറ്റം ചെയ്തതായി ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതായി പത്തനംതിട്ട ഡിവൈഎസ്പി നന്ദകുമാർ വ്യക്തമാക്കി. അന്വേഷണം സുതാര്യമായി നടക്കുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. സുതാര്യമായ അന്വേഷണം കൃത്യമായിട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രം അറിയിക്കുക. എല്ലാ തെളിവുകളും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അതിന് കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങളൊക്കെ കോടതി കേട്ടു. അങ്ങനെയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. കേസിന്റെ അന്വേഷണാവസ്ഥയിൽ ഇരിക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും തന്നെ പറയാനില്ല. അലീനയെയും അഷിതയെയും അഞ്ജനയെയും റിമാൻഡ് ചെയ്യണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ജാമ്യം നൽകിയാൽ പ്രതികൾ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഇടപെട്ടേക്കുമെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. കേസിന് ഗൗരവ സ്വഭാവം എന്നും പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് കോടതി 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തു. മൂവരെയും കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റി. പ്രതികളായ 3 പേരെയും കസ്റ്റഡിയിൽ കിട്ടാൻ വരും ദിവസം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. കോളേജിലും ഹോസ്റ്റലിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിൽ നിന്നാണ് അമ്മു താഴേക്ക് വീണത്. മകളുടേത് ആത്മഹത്യയല്ല, തന്റെ മകളെ അപായപ്പെടുത്തിയതാണെന്നാണ് അമ്മുവിന്റെ മാതാപിതാക്കളും സഹോദരനും പറയുന്നത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.